എല്ലാവർക്കും ഷാരീസ് കിച്ചൻസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം കുറേ നാളായി, ഏകദേശം 1 മാസത്തിൽ ഏറെയായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടൂ എന്നൊക്കെ മെസ്സേജിലൂടെയും പിന്നെ ഞാൻ ലൈവ് ചെയ്യുമ്പോഴും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പേരോട് മറുപടി പറഞ്ഞായിരുന്നു, ഇടാത്തതിൻ്റെ കാരണം എന്നാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം വീണ്ടും പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. എല്ലാവരും ഞാൻ കാരണങ്ങൾ പറഞ്ഞപ്പോഴും എന്നെ ആശ്വസിപ്പിച്ചവരുമുണ്ട്, എനിക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം തന്നവരുമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ വേറൊന്നും അല്ല, നമ്മൾ ഇപ്പോൾ എന്നെ പോലുള്ള ചെറിയ യൂട്യൂബർമാർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നതും അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോൾ അതിൻ്റെ പുറകിൽ എന്തെല്ലാം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ ഇതറിയാത്ത ആൾക്കാരും കാണും കേട്ടോ, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാവരും അവരുടെ എന്തെങ്കിലും ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഇല്ലേ അവർക്കൊരു വരുമാന മാർഗത്തിന് വേണ്ടി വന്നതായിരിക്കാം ഇങ്ങനൊരു ഇതിലോട്ട്. അപ്പം വെച്ചാൽ എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് വീട് വിട്ട് വേറെടുത്തോട്ട് ജോലി ചെയ്ത് അങ്ങനെ പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അവരാണ് കൂടുതലും യൂട്യൂബിൽ വരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ചിലർ ജോലി ചെയ്തും ഇതിലോട്ട് വരുന്നവരുമുണ്ട്, ജോലിയും വീട്ടുകാര്യങ്ങളും പിന്നെ യൂട്യൂബും കൂടെ നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്നെപ്പോലെ തന്നെ വെളിയിലോട്ട് പോകാൻ പറ്റാതെ, ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ അവർ നോക്കാൻ ആരും ഇല്ലാതെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് കുഞ്ഞു മക്കളാണ്. അപ്പോൾ അവരെ ഇട്ടിട്ട് വെളിയിലോട്ട് ജോലിക്കൊക്കെ പോയി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവരെ നോക്കാനൊന്നും ആരുമില്ല, ആരും ഏൽപ്പിച്ചിട്ടും പോകാൻ പറ്റത്തില്ല, ആരുമില്ല. അപ്പോൾ പിന്നെ അപ്പം നമുക്ക് അവരുടെ അടുത്ത് നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ഓർത്തപ്പം ഇങ്ങനൊരു ഇത് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബിലോട്ട് വരുന്നത് തന്നെ, ഒരു ചാനൽ തുടങ്ങിയത് തന്നെ. എന്നെ കൊണ്ട് പറ്റുന്ന ഒരു രീതിയിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ സഹായിക്കണം എന്നുള്ള ഒരു ഇതൊക്കെ വെച്ചാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പം അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ വെച്ച് പറയുവാണ്. ഞങ്ങൾ ഒരു 9 വർഷത്തിന് മുകളിലായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങണം, വീട് വെക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനൊരു ഇതിലോട്ട് വന്നത്. അതാണ് മെയിൻ കാര്യമെന്ന് തന്നെ പറയാം. അപ്പം ഇതിൽ നിന്ന് എന്തെങ്കിലും തുച്ഛമായതാണെങ്കിലും കിട്ടിയാൽ അത് അത്ര സന്തോഷമല്ലേ നമുക്ക്. വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ് ഞാൻ. അപ്പം വീഡിയോ ഇടുമ്പോഴും എന്താ പറയുക, തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ സപ്പോർട്ട് ഇപ്പം കുറച്ചായിട്ട് എനിക്കില്ല. എല്ലാത്തിൻ്റെ കാര്യം വേറൊന്നുമല്ല, നമ്മുടെ യൂട്യൂബിൻ്റെ ഓരോ പോളിസി, ഓരോ സമയത്തുള്ള അപ്ഡേഷനും എല്ലാം ഞങ്ങളെപ്പോലുള്ള എല്ലാ യൂട്യൂബർമാർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇപ്പം എന്നെപ്പോലെ ഒത്തിരി പേർക്ക് വ്യൂസ് കുറവുള്ളവരുണ്ട്. അപ്പം അവരും എന്നെപ്പോലെ തന്നെ ഒരുപാട് വിഷമിക്കുന്നവരും കാണും. ഒത്തിരി പേര് ഇടാത്തവരും ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഒത്തിരി പേര് ഇടാത്തവരും ഉണ്ട്. പഴയ കൂട്ടുകാരൊക്കെ ഒത്തിരി പേര് വീഡിയോ നിർത്തിപ്പോയവരുണ്ട്. ചിലർ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും വീഡിയോ ഇടുന്നവരുണ്ട്. ചിലർ വ്യൂസ് കുറഞ്ഞാലും വേണ്ടിയില്ല, അവർ കണ്ടിന്യൂ ഇടുന്നവരും ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമം തോന്നി, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഒരു ആദ്യം കിട്ടിയ ആ ഒരു വ്യൂസ് ഇപ്പം കുറച്ചായിട്ട് കിട്ടാഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് ഒരു വിഷമം തോന്നി. അങ്ങനെ ഞാനങ്ങ് നിർത്തിയതെന്ന് വെച്ചാൽ തൽക്കാലം നിർത്താന്നിട്ട് പിന്നെ എപ്പോഴും തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നേ. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഇടണമെന്നും തോന്നും, ഇടയ്ക്ക് ഇടണ്ടെന്ന് തോന്നും. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും വ്യൂസ് ഇല്ലല്ലോ, അപ്പം അങ്ങനെയും തോന്നും. അതുകൊണ്ടാണ് ഇടാൻ മടിച്ചത്. പിന്നെ ഞാൻ ഇടയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇടണമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വെക്കും, പിന്നെ അങ്ങ് മടിയാവും. അപ്പോൾ ഒത്തിരി പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ നിർത്തിക്കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര മടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ഒരു ഫ്ലോയിൽ പോയാൽ അങ്ങ് പോയിക്കോളും. ഡെയിലി ഇടുന്നവരാണെങ്കിലും ഇല്ലേ, ഞാൻ ഡെയിലി ഇടാറില്ല. ഞാൻ കൂടുതലും ആഴ്ചയിൽ ഒരു 3 വീഡിയോ അല്ലെ 4 വീഡിയോ ഒക്കെയാണ് മിക്കപ്പോഴും ഇടാറ്. പിന്നെ ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ഡെയിലി ഇടുന്നത്. ഡെയിലി ഇട്ടാൻ വ്യൂസ് വളരെ കുറവ്. നമ്മൾ ആഴ്ചയിൽ ഒരു 3 or 4 വീഡിയോ ഇട്ടിട്ടും വ്യൂസ് ഇപ്പോൾ കിട്ടുന്നില്ല, അതുപോലെ ഡെയിലി ഇട്ടിട്ട് ഒട്ടും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടാൻ മടിച്ചത് തന്നെ. ഇപ്പം ഞാൻ ഓർത്ത് എല്ലാവരും ചോദിച്ചതല്ല. അപ്പം എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, നീ എന്തിനാണ് ഇടാതിരിക്കുന്നത്, കിട്ടുന്ന വ്യൂസ് ആട്ടെ അങ്ങ് ഇടാൻ പറഞ്ഞു.
അപ്പം ഞാനിങ്ങനെ ഓർത്ത് എന്നാൽ ഇടാം, ഒരു ദിവസം ഇടാതെന്ന് പറഞ്ഞ് ഇങ്ങനെ നാളെ ഗണപതി കല്യാണം പോലെ നീണ്ടു പോയി. അപ്പോൾ ഇന്ന് ഓർത്ത് അങ്ങ് ഇട്ടേക്കാം, ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് എടുത്താണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോകളൊക്കെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ, പ്രത്യേകിച്ച് വലുതായിട്ടൊന്നുമില്ല, വീട്ടിലെ കൊച്ചു കാര്യങ്ങളായിട്ടുള്ള ഒരു ഇച്ചിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇടാമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഇടാനായിട്ട് പറ്റത്തില്ല, കാരണം നമ്മൾ സാധാരണ ഒരു കുടുംബമാണ്. നമുക്ക് വലിയ രീതിയിലോ വീഡിയോകൾ ഇടാനോ വലിയ രീതിയിലുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ വാടകയ്ക്ക്, അപ്പോൾ അതിൻ്റേതായ പരിമിതിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വീഡിയോ ഇടുന്നത്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോകൾ എല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി തുടങ്ങിയതാണെങ്കിൽ അത് എന്ന് സാക്ഷാത്കരിക്കും, എപ്പം എന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാലും എന്നെയും കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം തോന്നി തുടങ്ങിയതാണ്. അതിന് ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഒപ്പം ഉണ്ട്. അപ്പം അതുപോലെ നിങ്ങളും എല്ലാവരും എൻ്റെ ഒപ്പം കാണണം. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. എന്നെക്കൊണ്ടാവും വിധം എല്ലാവരിലേക്കും ഞാനും വരുന്നതായിരിക്കും. എന്നെപ്പോലെ ചാനൽ നടത്തുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ് വന്ന് എന്നെപ്പോലെ ചാനൽ നടത്തുന്നവരും ഉണ്ട്, അല്ലാത്തവരും എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാനിപ്പം വീഡിയോ ഈ ഒരു മാസമായിട്ട് ഇടുന്നില്ലായിരുന്നു, പക്ഷേ എന്നാലും ഞാൻ കുറച്ച് പേരെയൊക്കെ വീഡിയോകളിടയ്ക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഷോർട്ടാണെങ്കിലും ചിലപ്പോൾ ലൈവിലും കയറി ഞാൻ നമ്മൾ എപ്പോഴേലും നെറ്റ് ഓൺ ആകുമ്പോൾ ആരെങ്കിലുമൊക്കെ ലൈവിൽ വരുമ്പോൾ അവരതിലും കയറി സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഇടുന്നില്ല എന്ന് പറഞ്ഞാൽ ആരെയും അങ്ങനെ തഴഞ്ഞങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല. പറ്റുന്ന പോലെ എല്ലായിടത്തും പോകാറുണ്ട്, ചെയ്യാറുണ്ട്. പിന്നെ ഞാനും ഇടയ്ക്ക് ലൈവൊക്കെ ഇടാറുണ്ട്. അപ്പോൾ എന്നെയും കുറച്ച് കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, സ്പെഷ്യലി കുസൃതിക്കുട്ടൻ. അയ്യോ, എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ അതിൽ പറയുകയും ചെയ്തു, എന്നെ കുറേ നേരം എൻ്റെ കൂടെ നിന്ന് ലൈവിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, എൻ്റെ സന്തോഷമൊക്കെ ആളോട് ഞാൻ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, എന്നും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുക. ഞാനും തീർച്ചയായിട്ടും ഒപ്പം ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ രാവിലെ തന്നെ വേണ്ട കാപ്പിയൊക്കെ തിളപ്പിച്ചു, മക്കൾക്കുള്ള പാലൊക്കെ തിളപ്പിച്ചു. രാവിലെ ഞങ്ങൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് വേണ്ട പിന്നെ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച വെള്ളമൊക്കെ വെച്ചു. പിന്നെ രാവിലെ മുട്ടക്കറി ഉണ്ടാക്കണം, പിന്നെ പാലപ്പമാണ്. അപ്പോൾ മുട്ടക്കറി വേവിക്കാൻ വെച്ചു. അതിനുള്ള സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം എടുത്ത് വെച്ചു. ഇതിനി ക്ലീൻ ചെയ്തിട്ട് ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് വെക്കണം. അങ്ങനെ വേണ്ട എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് മുട്ടക്കറി വെച്ചതിന് ശേഷമേ ഞാൻ പാലപ്പം ഉണ്ടാക്കത്തുള്ളൂ. അതെല്ലാം ചേർത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷമേ ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ പാലപ്പത്തിനുള്ള മാവൊക്കെ തലേദിവസം എല്ലാം കുഴച്ച് വെച്ചിരുന്നു. രാവിലെ പുളിച്ച് വന്നപ്പോഴത്തേന് ഉപ്പും പഞ്ചസാരയും എല്ലാം ചേർത്ത് തന്നെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഞാനിവിടെ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച്, എന്നിട്ട് അതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെയൊക്കെ ചേർത്ത് അതും കൂടെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ വേണ്ട ഇവിടെ സവോളയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ എല്ലാം ചേർത്ത് കൊടുത്ത് പൊടികളെല്ലാം മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളച്ചതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന മുട്ടയുടെ തോലൊക്കെ പൊളിച്ച് അതൊന്ന് വരഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് തന്നെ പാലപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം മുട്ടക്കറിയുടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിച്ചില്ല, കാരണം ഇതിന് മുന്നേ നമ്മൾ ഒരുപാട് കാണിച്ചുകൊണ്ട് പിന്നെ വീഡിയോയുടെ ലെങ്ത് ഒന്നും ഇപ്പം തന്നെ ഒത്തിരി കൂടുതലാണ്, അതുകൊണ്ട് പിന്നെ വേണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ കാണിക്കാഞ്ഞാണ്. അപ്പം തന്നെ ഇവിടെ മുട്ടക്കറിയും ആയിട്ടുണ്ട്, പാലപ്പവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉച്ചക്കത്തേനുള്ള പരിപാടിയാണ്. അപ്പോൾ രാവിലത്തെ കഴിപ്പെല്ലാം കഴിഞ്ഞ് വേണ്ട കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതെല്ലാം രാവിലെ തന്നെ കഴുകിയിട്ടു. നല്ല വെയിലല്ലേ, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളൂ. അപ്പം വേണ്ട എല്ലാം കഴുകിയിട്ടിട്ടുണ്ട്. ഇനി വേണ്ട ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേണ്ട വേവാറായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് വെന്ത് കഴിയുമ്പോൾ അടച്ചിടണം. പിന്നെ ഇപ്പുറത്ത് വേണ്ട മീൻ പറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ചേട്ടന് ചൂണ്ടയിട്ട് ആറ്റിൽ നിന്ന് പിടിച്ച മീനാണ്, പരലില്ലേ, പരൽ മീനാണ്. അത് പറ്റിക്കാനായിട്ട് വേണ്ട അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മീൻ പറ്റിച്ചതിൻ്റെ കൂട്ടത്തിൽ പൈനാപ്പിൾ പുളിശ്ശേരിയും കൂടെ ആണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പൈനാപ്പിൾ ഇരുന്ന് ഞാനത് പുളിശ്ശേരിക്ക് വേണ്ടി കട്ട് ചെയ്തുകൊണ്ടിപ്പോൾ മക്കൾ വന്ന് പകുതിയോളം കഴിച്ചു, ബാക്കി പകുതി ഉള്ളായിരുന്നു. അത് അരിഞ്ഞ് വേണ്ട ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
ഉപ്പ്, പഞ്ചസാര, പച്ചമുളക്, ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഇതേണ്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇതിന് മുന്നേ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചില്ല എന്നേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞു വിശേഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ, ഒരുപാട് വലുതായിട്ടൊന്നുമില്ല. അതേണ്ട മീൻ, പരൽ മീൻ പറ്റിച്ചതും പിന്നെ അതേണ്ട പുളിശ്ശേരി ഇവിടെ ആയിട്ടുണ്ട്. ഇതിനി കടുകും കൂടെ വറുത്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരിയും റെഡിയായി. അങ്ങനെ ചോറും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.